വിസ്മയിപ്പിച്ച മലയാളത്തിന്റെ അഭിമാന താരം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗിന്നസ് പക്രു ആണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഞാൻ അജയ് എന്ന് വിളിക്കണോ അതോ ഗിന്നസ് പക്രു എന്ന് വിളിക്കണോ? എന്നെ സ്നേഹപൂർവ്വം എന്ത് വിളിച്ചാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കാരണം എന്നെ വളരെ അടുത്തുള്ള ആൾക്കാർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അജി എന്നാണ് വിളിക്കുന്നത്. ഓ, അതായത് സ്കൂളിലൊക്കെ ഞാൻ കൊച്ചജിയായിരുന്നു. ആ ഒരുപാട് അജിമാരുണ്ട്, അതിനകത്ത് കൊച്ചജി. ആ. കോളേജിലേക്ക് വന്നപ്പോൾ കൊച്ചേട്ടനായി. അതായത് കൂട്ടുകാരെല്ലാവരും മുതിർന്നവരാണെങ്കിലും കൊച്ചേട്ടൻ എന്നുള്ളൊരു പേരായിരുന്നു. ചിലരെന്നെ അജിത്ത് എന്ന് വിളിക്കാറുണ്ട്. ഓ, ശരിക്കുള്ള എൻ്റെ പേര് അജയ് കുമാർ. അജയ് കുമാർ. സിനിമയിൽ പക്ഷെ മമ്മൂക്ക മാത്രമാണ് അജയ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂക്ക വിളിക്കുന്ന അജയ് എന്നാണ് അല്ലേ? അല്ല, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പക്ഷെ മമ്മൂക്ക അജയ് എന്ന് വിളിക്കാറുണ്ട്. ചേട്ടന്റെ ആദ്യത്തെ കഥാപാത്രം പക്രു എന്നുള്ളതാണ് പിന്നീട് സ്റ്റേജ് നെയിമായിട്ട് മാറുന്നത്. അപ്പൊ പിന്നീട് എല്ലാവരും ചേട്ടനെ ആ ഒരു പേരിൽ തന്നെ വിളിച്ചു. പക്ഷെ പിന്നീട് ഗിന്നസ് പക്രു എന്നുള്ള ഒരു പേരിലേക്കും അജയ് എന്നുള്ള ഒരു വ്യക്തിത്വം ആളുകൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നതിലും ഗിന്നസ് പക്രു എന്നുള്ള ഒരു നടൻ ആ ഒരു ആദ്യ കഥാപാത്രത്തിനപ്പുറം ഉള്ള ഒരു അഭിനയ സാധ്യത ഉണ്ടെന്ന് തെളിയിക്കാനും ഒക്കെ ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ചേട്ടൻ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നായിട്ട് വേണേൽ തരംതിരിക്കാം. ഇപ്പൊ ഈ എല്ലാം തരംതിരിക്കുന്നതിന്റെ ഭാഗമാണല്ലോ. ഒന്ന് പക്രു, അത് ആദ്യ സിനിമയിലെ കഥാപാത്രം. അതിനകത്ത് കുട്ടികള് സ്കൂളിൽ കളിയാക്കി വിളിക്കുന്ന പേരായിട്ടാണ്. ആ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ചാനലിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ അജയ് എന്നുള്ള പേര് കൈവിട്ടു പോയതാ. എല്ലാവരും ആ പേരിലേക്ക്, ഞാൻ പോലും അറിയാതെ ആ പേരിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത്ഭുതദ്വീപ് സിനിമയിലാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് മമ്മൂക്ക തന്ന് അത് മേടിച്ചിട്ട് തന്നെ ആദ്യമായിട്ട് ഗിന്നസ് ചേർത്ത് വിളിച്ചത് മമ്മൂക്ക. അങ്ങനെയാണ് ഗിന്നസ് പക്രുവിലേക്ക് വരുന്നത്. ഈ പേര് പോലെ തന്നെ ഞാൻ ഒരു കാലത്ത് ചെയ്ത കഥാപാത്രങ്ങളിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഒരു കാലത്ത് മുഴുവൻ ഈ പക്രു എന്ന് പറഞ്ഞുള്ള ആ പേര് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ തമാശ നിറഞ്ഞതും സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡികളും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മീശമാധവനാണേലും കുഞ്ഞിക്കൂനനാണേലും ജോക്കർ ആണേലും അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങൾ ഇച്ചിരി ഓടി നടന്ന് ഇളകി ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം അത്ഭുതദ്വീപ് എന്ന സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചുകൂടി ഒന്ന് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ബിഗ് ഫാദർ, കുട്ടിയും കോലും, അതുപോലെ അത്തരത്തിലുള്ള കുറച്ച് കാര്യഗൗരവമുള്ള കഥാപാത്രങ്ങൾ, സെൻട്രൽ ക്യാരക്ടേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പൊ ഗിന്നസ് പക്രു എന്നുള്ള ആ പേരിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ഉള്ള, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് സിനിമയിലാണെങ്കിലും വേദികളിലാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ എടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തില് ചെയ്തു വന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ആ ഒരു ഒരേ തരത്തിലുള്ള ഒരു ഷാഡോ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹത്തില് വൈവിധ്യമാർന്ന മനുഷ്യരുണ്ട്. പക്ഷെ അതിനെ നോർമലൈസ് ചെയ്ത് സിനിമയിൽ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായമാണ്. ചേട്ടൻ തെറ്റാണെങ്കിൽ തിരുത്താം, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കാണിക്കുകയാണെങ്കിൽ അവർ ആ തിരക്കഥയിൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ പ്ലേസ് ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങളായി മാറുകയാണ്. അല്ലാതെ നമ്മൾ പക്ഷേ ചുറ്റും നോക്കുമ്പോൾ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ കാണുന്ന വളരെ നോർമൽ ആയിട്ടുള്ള മനുഷ്യര്, ഇപ്പൊ ഡാർക്ക് സ്കിൻ ആണ്, അത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ തിരക്കഥയ്ക്ക് അനുയോജ്യമായി പ്ലേസ് ചെയ്യുന്നതിനപ്പുറം നോർമലൈസ് ചെയ്ത് കാണപ്പെടുന്നില്ല എന്ന് ചേട്ടന്റെ അനുഭവങ്ങളിൽ കൂടി ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ തിരക്കഥ വരുന്ന സമയത്ത് ഞാൻ അതിലെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സിനിമ, ആ സിനിമയിൽ ഞാനൊരു ബാങ്ക് മാനേജറാണ്. അതിൽ എൻ്റെ ഈ ഒരു പൊക്കക്കുറവോ അല്ലെങ്കിൽ എൻ്റെ ഈ എന്താ പറയാ ഉയരമില്ലായ്മയോ ഒന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായി ചെയ്യുന്ന ഒരാളുടെ ആ ഒരു കഥാപാത്രം എന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ഒരു ഡയറക്ടറുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലുള്ള ആളുകൾ വരണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും. കാരണം അങ്ങനെ വന്നാലേ ഉള്ളൂ നമ്മൾ ചെയ്യാത്ത ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനം, ചില കഥാപാത്രങ്ങൾ ചിലപ്പം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമറിലേക്ക് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടേതായിട്ടുള്ള ഈ പരിമിതികളുണ്ടല്ലോ, അത് ചിലപ്പം ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. കാരണം കുറച്ചുകൂടിയൊക്കെ എത്തിപ്പെടേണ്ട ഇടത്തേക്ക് ഇത് എത്താത്ത ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സിനിമ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സുകളാണ്.
ഒരുപാട് നടന്മാര്, ഈ നടന്മാരും നടികളാൽ എന്താ പറയുക സമ്പന്നമാണ് നമ്മുടെ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തതയിൽ നമുക്ക് ഇന്ന ആളെ ഇങ്ങനെ ചെയ്യാം എന്ന് ഒരു ഡയറക്ടർ തീരുമാനിച്ചാൽ അത് ജനറലൈസ് ആയി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത്ഭുത ദ്വീപിലെ ഗജേന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ ഉയരം കുറഞ്ഞ ആ കുറെ ആളുകളുടെ നടുവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായും അതിനകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രം എന്നെ തേടി വരും, ഇല്ലേ? അപ്പൊ അത് അങ്ങനെയും അത് ഏത് തരത്തിലാണെന്ന് പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിനിമയിലും നമ്മളെ നോർമലൈസ് ചെയ്യപ്പെടണം എന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ സിനിമയെ അത്തരത്തിൽ സമീപിക്കാനും പറ്റുള്ളൂ. ചേട്ടൻ ഒരു സംവിധായകനാണ്, ഒരു നിർമ്മാതാവാണ്. അപ്പോൾ ചേട്ടന്റെ സിനിമകളിൽ ഇത്തരത്തിൽ ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ? ഇത്തരത്തിലുള്ള നോർമലൈസേഷൻ കൊണ്ടുവരാനും എല്ലാവരെയും പരിഗണിക്കാനും ഒക്കെ അല്ല, കഥാപാത്രം ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക. അതായത് ഒരേ കാറ്റഗറിയിൽ ഒരേപോലെ പോകുന്ന അതേ വള്ളത്തിൽ അല്ലെങ്കിൽ അതേ ഇതിൽ കുറെ ആളുകളെ കയറ്റിക്കൊണ്ട് കാര്യമില്ല. കാഴ്ചയില് കുറച്ച് വ്യത്യസ്തതകൾ തോന്നിയാൽ തീർച്ചയായിട്ടും അതൊരു കാസ്റ്റിങ്ങിന്റെ ഒരു വെറൈറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ അതിനകത്ത് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇപ്പോ എന്തെങ്കിലും ഒരു ശാരീരിക പരിമിതിയുള്ള ഒരു കലാകാരൻ അയാൾ ആ ക്യാരക്ടർ ചെയ്താൽ അത് മനോഹരമായിരിക്കും, നന്നാവുമെന്ന് ഒരു സജഷൻ വരികയോ അല്ലെങ്കിൽ എന്റെ തോട്ടിൽ തന്നെ എനിക്ക് അങ്ങനെ തോന്നുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനത് പരിഗണിക്കും. യാതൊരു മടി അതിനകത്തില്ല. നമുക്ക് സംവിധാനത്തിലേക്ക് തന്നെ വരാം. കുട്ടിയും കോലും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സംവിധാനം ചെയ്യുക എന്നുള്ളത് തുടക്കം മുതലുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ കുട്ടിയും കോലും ഒരിക്കലും ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചൊരു പടമല്ലായിരുന്നു. ഞാനൊരു നല്ല സംവിധായകനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിച്ചിട്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ ഹൈദരാബാദിൽ പോകുന്ന സമയത്ത് ഒപ്പം വിനയൻ സാർ ഉണ്ടായിരുന്നു അത്ഭുത ദ്വീപിന്റെ പാട്ടിന് വേണ്ടി. കുറെ കാലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ആ ചെറിയ സമയം കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി സാറിനോട് ഈ കഥ പറഞ്ഞു. ഞാൻ കഥയെല്ലാം സാറ് കേട്ടിട്ട് വിനയൻ സാറാണ് പറഞ്ഞത്, കുട്ടി നീ തന്നെ അങ്ങ് സംവിധാനം ചെയ്യും. പണ്ടത്തെ പോലെ ഒന്നും ഇല്ല, ക്യാമറ വഴി ഒന്നും എത്തി നോക്കേണ്ട കാര്യമില്ല, ഒരു മോണിറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 3 വർഷത്തോളം നമ്മൾ പിന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ചില എന്താ പറയുന്നത് പെട്ടെന്ന് കയറി സംവിധാനം ചെയ്യാൻ പറ്റൂല്ലോ, സിനിമയല്ലേ. അപ്പൊ സിനിമയുടെ പല പല മേഖലകളിലൊന്നും പ്രവർത്തിക്കേണ്ടി വന്നു. പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല സിനിമകളുടെയും ഞാൻ അഭിനയിച്ച സിനിമകളുടെ ആവാം, പിന്നെ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ് കുട്ടിയും കൂടി. സ്വാഭാവികമായിട്ടും സംവിധാനം എന്ന് പറയുന്ന വലിയൊരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. സിനിമയില് ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത്? എടുത്തു പറയേണ്ടത് അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപിൽ ഏറ്റവും വലിയൊരു പിന്തുണ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വിനയൻ സാറിന്. പല സീക്വൻസസും പ്രത്യേകിച്ച് കുതിരസവാരി ഇതിന്റെ തിരക്കഥ വായിച്ച് ഞാൻ കുറച്ചു നേരം തരിച്ചിരുന്നു പോയി, ഇതല്ലേ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു, കുട്ടി അത് ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്ക് പറ്റാത്ത നമ്മൾ മാറ്റി വെക്കുന്നു, നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ലളിതവൽക്കരിച്ച് നമ്മളിലുള്ള ടെൻഷൻ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ആളുകൾ വരുമ്പോൾ അവരെ കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കാതെ അവരിൽ നിന്ന് മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി നേടിയെടുക്കുക എന്ന് പറയുന്നത് സംവിധായകന്റെ മികവാണ്. അങ്ങനെ നോക്കുമ്പോൾ വിനയൻ സാർ ആ ഒരു കാര്യത്തിൽ 100-ൽ 100 ഞാൻ പറയും. ജോക്കർ തൊട്ട് ഇങ്ങോട്ട് മീശമാധവൻ, കുഞ്ഞുകൂനൻ, അങ്ങനെ 2020 വരെ ഒരു കാലഘട്ടത്തിൽ കുറേ പടങ്ങളിൽ ദിലീപേട്ടനൊപ്പം. അപ്പൊ ദിലീപേട്ടനെ കൂടെ അഭിനയിക്കുമ്പോഴും ഏറ്റവും വലിയൊരു പ്ലസ് എന്താന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആളെയും കൂടി പുള്ളി ഒന്ന് പരിഗണിക്കും. അവിടെ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യും പുള്ളി. ആ ഒരു എന്താ പറയുന്നത് അത് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ബിഗ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിട്ടുള്ളത് ഡയറക്ടറും പ്ലസ് ജയറാമേട്ടന്റെ ഒരു പ്രോത്സാഹനം. കാരണം അച്ഛനായിട്ട് ജയറാമേട്ടന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ അച്ഛനായിട്ട് കണ്ട് അദ്ദേഹം അഭിനയിക്കുമ്പോഴാണ് എനിക്ക് അച്ഛനാവാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഇതിലും റിസ്കി ആയിട്ട് ഒരു ടാസ്കും കൂടി ഏറ്റെടുത്തു, നിർമ്മാതാവ് എന്നുള്ള ഒരു ചുമതല. എന്ന് വെച്ചാൽ ഈ വീടൊക്കെ വിറ്റ് കാർക്ക് വിറ്റ് കംപ്ലീറ്റ് കയ്യിൽ പോയി അത്തരത്തിലുള്ള ഒരു റിസ്ക് പിടിച്ച പരിപാടിയൊന്നുമില്ല. ഞാൻ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശമ്പളം, പിന്നെ അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട്, ഇതൊക്കെയാണ് എന്റെ ക്യാപിറ്റൽ. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എഫ്കോഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്, അവരുടെ എല്ലാവരുടെയും ആ എന്താ പറയുന്നത് എന്നെ ഫ്രീ ആക്കി റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് അതിനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്തൊരു സിനിമ ചെയ്യാൻ പറ്റുന്നത്.
അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. എന്നാൽ പോലും നമ്മളെ അടയാളപ്പെടുത്തുക മലയാള സിനിമയുടെ ചരിത്രത്തിൽ നമ്മളവിടെ ഇങ്ങനെയുള്ള ഒരാളിങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. അപ്പൊ അത് മാത്രമല്ല, പിന്നെ കുറെ ആളുകൾക്ക് ഇപ്പം ഞാൻ സംവിധാനം ചെയ്യുന്ന 2013 അതിനുശേഷം എനിക്കൊപ്പം ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നവരും ഇപ്പൊ മിമിക്രിയിലുള്ളവരും ഒക്കെ തന്നെ എത്രയോ പേര് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ അവരിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. റെക്കോർഡുകൾ കിട്ടി, സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെക്കോർഡല്ല 3 റെക്കോർഡാണ് കയ്യിലിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ അതെ, അങ്ങനെ എത്ര URF വേൾഡ് റെക്കോർഡ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആ സിനിമ നഷ്ടമില്ലാത്ത രീതിയിൽ എനിക്ക് വ്യാപാരം ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ പറ്റും. ഒരു ചാനൽ അതെടുക്കുന്നു, അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ അതിന് വരുന്നു. എന്റെ സിനിമ എന്നുള്ള രീതിയിൽ ആ സിനിമ കണ്ടിട്ട് കുറെ നല്ല നല്ല കമന്റുകൾ വന്നതിലൊന്ന് അതിനകത്തൊരു ഉയരക്കുറവില്ല. സംവിധായകന്റെ എന്ന് പറയുന്നതൊക്കെ ഒരുപാട് ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതൊക്കെ. ഈ റെക്കോർഡുകളെ കുറിച്ച് പറയുമ്പോൾ ഗിന്നസ് റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ് കിട്ടുന്നത്. ഈ അതറിയുമ്പോൾ ഉള്ളൊരു ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അതാണ് എനിക്ക് തോന്നുന്നത്, റെക്കോർഡിന് അപ്ലൈ ചെയ്യാതെ റെക്കോർഡ് കിട്ടിയ ഒരാൾക്ക് ഞാൻ മാത്രമേ എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെ തന്നെ എന്നെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് BBC വേൾഡിൽ നിന്ന് ജോൺ എന്ന് പറഞ്ഞ ഒരാൾ വരികയും അവരെന്റെ ഒരു ദൈനംദിന പ്രവൃത്തി, ഒരു ദിവസത്തെ എന്റെ വർക്കുകളെല്ലാം വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യുകയും ഇൻ ബിറ്റ്വീൻ ഇടാൻ വേണ്ടിയിട്ട് അത്ഭുത ദ്വീപിന്റെ DVD കൊടുത്ത. പിന്നെ ഞാൻ മുല്ല എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പളനി നിൽക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ പേര് ഗിന്നസ് റെക്കോർഡിലുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ വേറൊരാളെ വിട്ടിട്ട് ഗിന്നസ് ബുക്ക് എടുപ്പിച്ചിട്ട് അത് തുറന്നു നോക്കി. അതിൽ ഏതാണ്ട് 167 ഏതോ ഒരു പേജ് എടുത്തിട്ട് അതിലുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അനൗൺസ് ചെയ്തത്. അപ്പൊ അന്നിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് ദിലീപേട്ടനും ലാൽജോ സാറ്, ബിജു ചേട്ടൻ, മീരാനന്ദൻ, ഇങ്ങനെ ഒരുപാട് പേര് ഞങ്ങളൊരു ഭയങ്കര എന്താ പറയുന്നത് എക്സ്പ്ലോർ ചെയ്തു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമായിട്ട് അതിനെ അന്നേരം നമുക്ക് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ വന്ന കുറെ റെക്കോർഡുകൾ, പക്ഷെ അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടില്ല. ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയോണ്ടൊരു വലിയ സന്തോഷം. അതെ അതെ. ഇപ്പോ ചേട്ടൻ നേരത്തെ പറഞ്ഞു തുടക്കം മുതലുള്ള ആ ഒരു കഥാപാത്രങ്ങളിൽ ഒരേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു, ഒരേ ഷാഡോ വരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചേട്ടൻ പലകുറി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയിലേക്ക് തിരിച്ചു പോകും അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുവാണ് തീർച്ചയായിട്ടും. ഒരു അത്തരത്തിലുള്ള ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് കിട്ടിയിട്ടില്ല. ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ കാരണം ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം, ആ കഥാപാത്രമായിട്ട് തന്നെ. ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ സ്ഥിരം ഡോക്ടർ, കളക്ടർ ആണെങ്കിൽ സ്ഥിരം കളക്ടർ, പോലീസ് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെയല്ലായിരുന്നു. കാരണം ജോക്കറിൽ ഒരു ക്ലൗൺ ആണെങ്കിൽ മീശമാധവൻ ഒരു നാട്ടുകാരൻ പയ്യനാണ്, കുഞ്ഞിക്കൂനലിൽ പെൺകുട്ടിയായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും വിരലിൽ എണ്ണാവുന്ന കുറച്ച് സിനിമകളുണ്ടെങ്കിലും അതിലെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് വേഷം ഇതിനകത്ത് നിന്നുകൊണ്ട്, അതായത് എന്റെ ഈ ഉയരക്കുറവിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വേഷപ്രച്ഛന്നമായിട്ട് മേക്കപ്പിന്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപിടി കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് വലിയൊരു സന്തോഷം തരുന്നത്. അപ്പം അടുത്തൊരു സ്ക്രിപ്റ്റിന്റെ മുന്നിൽ വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഇളകി കളിക്കണം, കുറച്ച് സ്ലാപ്സ്റ്റിക് ആയിട്ട് പഴയ പോലത്തത് വേണം. അത് വായിച്ചു നോക്കുമ്പോൾ നല്ല കേട്ടോ, അതങ്ങനെ ചെയ്താൽ രസമായിരിക്കും. അങ്ങനെ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെയ്യും. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് സിനിമയിൽ. ടെക്നോളജിക്കലി ആയിക്കോട്ടെ, കഥയുടെ ബേസിലായിക്കോട്ടെ, ക്യാരക്ടറൈസേഷന്റെ ബേസിലായിക്കോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആഗ്രഹിച്ച ഒരു മാറ്റം വന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം വരണമെന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് കുടുംബത്തിലൊക്കെ ഉള്ള അമ്മയും ഒരമ്മാവനെയും തുളസിത്തറയും തറവാടും ഒക്കെ കണ്ടാൽ കൊള്ളാന്നൊരു ആഗ്രഹം. കാരണം ന്യൂജൻ സിനിമകളിലേക്ക് വന്നതോടുകൂടി ആ നാട്ടുമ്പുറം ഒക്കെ കുറെയൊക്കെ അങ്ങോട്ട് പോയി. എന്നാൽ നാട്ടുമ്പുറം ഉണ്ട് താൻ. എന്നാൽ പോലും കുറെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കഥാപാത്രങ്ങൾ കൊണ്ടൊരു സിനിമ തീരുന്നു. അന്ന് അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് നഷ്ടമായി. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കുറെ നടന്മാരും പോയിട്ടുണ്ട്, ഒരുപാട് പ്രതിഭാധനന്മാരായിട്ടുള്ള നടന്മാരും ആ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു വലിയൊരു, എനിക്ക് തോന്നുന്ന ഒരു നഷ്ടമായിട്ട് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, പ്രത്യേകിച്ച് ഈ സാങ്കേതിക മികവും. ഉദാഹരണം ഇപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അത്ഭുത ദ്വീപ് 2. 18 വർഷം മുമ്പ് ചെയ്തൊരു പടമാണ്.
ഇപ്പോഴും ഞാനെന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ മൈലേജ് കുറച്ചൊക്കെ ഇന്ധന അത്ഭുതദ്വീപ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പം അതിനകത്ത് ഇപ്പോഴത്തെ സാങ്കേതിക മേന്മ, സാങ്കേതിക തികവ്, ഇപ്പോഴത്തെ സിനിമകളുടെ എല്ലാ തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ പുതിയ പടം മിക്കവാറും നേടിയെടുക്കും. ഉം. അത് ഒരു പക്ഷേ കാഴ്ചയുടെ ഒരു നല്ലൊരു അനുഭവമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തിനപ്പുറത്ത് പുതിയ സിനിമ മാറുന്നതിനനുസരിച്ച് നമ്മളും അതിന്റെ കൂടെ അതെ. യാത്ര ചെയ്യാന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ മമ്മൂക്കയാണ്. അപ്ഡേഷന്റെ കാര്യത്തിൽ മമ്മൂക്ക രക്ഷയില്ല. തീർച്ചയായും തീർച്ചയായും. നമ്മള് അത്ഭുത ദ്വീപ് ആദ്യ പാർട്ടില് ഒരുപാട് സാഹസികങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. സെക്കൻഡിലും അത് പ്രതീക്ഷിക്കാവോ? അത് ഞാനല്ല പറഞ്ഞത്. അതിന്റെ കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ എനിക്കൊരു കഥാപാത്രം വെച്ച് നീട്ടിരിക്കുന്നു വിനയൻ സാറ്. അതിന്റെ ത്രൂ ഔട്ട് സിനിമയുടെ എങ്ങനെയായിരിക്കും, എത്തരത്തിലുള്ള സിനിമയായിരിക്കും, അതൊക്കെ അദ്ദേഹം ഇപ്പൊ കൺസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു. അഭിലാഷ് പിള്ളയാണ് എഴുത്ത്. ഞാനും ഇങ്ങനെ എന്താ പറയുന്നത്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ എന്താണ് വരാൻ എന്തായിരിക്കാം പോകുന്നത്. വരാൻ. അതെ അതെ അതെ. ഒരു 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായ, ലോകത്തെമ്പാടുമുള്ള ആളുകളെ കരയിപ്പിക്കുകയും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ക്വേഡൻ ബേൽസിന്റെ. അത് ചേട്ടൻ അതിൽ കമന്റ് ചെയ്തതോടുകൂടിയാണ് മലയാളത്തിൽ ഒരു പക്ഷേ ആളുകൾ കുറെ കൂടി അത് ഏറ്റെടുത്തത്. ഈ ക്വാഡന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോ ചേട്ടൻ ആദ്യം തോന്നിയത് എന്താ? കണ്ണ് നിറയുകയാണോ, അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ടാണോ അത് പോയത്? അതെ, എനിക്ക് ക്വേഡന്റെ ആ വീഡിയോ കണ്ടപ്പോ തോന്നിയത് ഇതുപോലെ തന്നെ. അന്ന് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഞാനും കരഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൂട്ടുകാരുടെ ബുള്ളിങ് ഒന്നുമല്ല, അല്ലാതെയുള്ള ചില ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തുണ്ടായ ചില സ്വാഭാവികമായ കളിയാക്കലുകളിലൊക്കെ പെട്ടിട്ട് അന്നത്തെ എന്റെ കുഞ്ഞു മനസ്സ് നൊന്നിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വരും. പരാതി പറയുന്ന അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അന്ന് എന്റെ അമ്മയ്ക്ക് വീഡിയോ ഒന്നും എടുത്ത് ഇതിനകത്തിട്ട് ലോകം മുഴുവൻ അറിയിക്കാനുള്ള സംഭവങ്ങളൊന്നും സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ എന്നെയാണ് ഞാൻ ക്വേഡനിൽ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി, ഒന്ന് സമാധാനിപ്പിക്കണം നേരിട്ടെന്ന്. പക്ഷെ അതിനുള്ള വഴിയില്ല, കാരണം പുള്ളി ഓസ്ട്രേലിയക്കാരനല്ലേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഒരു പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ എന്റേതായ രീതിയിൽ ഞാനും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അതിട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരുപാട് വൈറലാവുകയും ആ നോട്ട് ക്വേഡന്റെ അടുത്ത് വരെ വന്നു. അതെ അതെ. അതിനുശേഷം കേടന്റെ അമ്മ എന്നെ വിളിക്കുന്നു. അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അമ്മ എന്നോട് പറയുന്നു അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അതിന് റെഡി ആവുക വരെ ചെയ്താണ് ഇദ്ദേഹത്തെ കൂടെ വെച്ചുകൊണ്ടൊരു സിനിമയ്ക്ക്. പക്ഷെ ആ സമയത്ത് കോവിഡ് വരികയും കോവിഡിന്റെ ആ ഒരു ഇതിനകത്ത് ഇത് അങ്ങനെ അങ്ങ് മുങ്ങി അങ്ങനെ പോയി. പിന്നീട് ഞാൻ അറിയുന്നു വേടൻ ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ എന്താ പറയുന്നത് തലയിൽ എഴുതിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഏതോ മറ്റേ ലോകകപ്പില്, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ലോകകപ്പില് ഗോളുമായിട്ട് വരുന്ന കോടന. അത്രയും ആക്സെപ്റ്റൻസ് ലോകം മുഴുവൻ എല്ലാവരും സഹായിക്കാൻ റെഡിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയത് അന്ന് അവൻ കരഞ്ഞിട്ടുണ്ടാവുള്ളൂ, പിന്നീട് അവന് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ക്വേഡന്റെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ പ്രതീക്ഷിക്കാമോ? അതിപ്പോ എനിക്ക് പറയാം, എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ തന്നെ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ മനോഹരമായ കേരളം ഒന്ന് കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം 300-ഓളം ആളുകളാണ് നമ്മുടെ കഴിഞ്ഞ പടം അത്ഭുതദ്വീപിൽ അഭിനയിച്ചത്. ഇത്രയും ഉയരം കുറഞ്ഞത്, അത്രയും പേരെ കണ്ടാൽ തന്നെ കോടം ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഇത്രയും ആൾക്കാരുടെ നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അതൊക്കെ തന്നെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കോടന് മാത്രമല്ല, ഇതുപോലെ പരിമിതി ഉള്ള കുട്ടികൾ ആരും തന്നെ ഒരു കാരണവശാലും അങ്ങനെ വിഷമിക്കരുത്. കാരണം ഒരിടത്തൊരു സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ കൂട്ടുകാരോടാ പറഞ്ഞു, നിങ്ങൾ ചേർത്ത് പിടിക്കണം. എങ്കിലേ ഉള്ളൂ അവന്. ഇപ്പൊ ഈ പരിമിതിയുള്ള ഒരാളെ, ഒരു പയ്യന് ചിലപ്പം അവന്റെ വിഷമങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഫ്രണ്ട്സുമായിട്ടായിരിക്കും. ഞാൻ അതിന്റെ ആനുകൂല്യം ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാ. അവരുടെ ആക്സെപ്റ്റൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉയരത്തിലെത്തിക്കും. അവരുടെ ഒരു പ്രോത്സാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും കൂട്ടുകാരെന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മൊമെന്റ് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞ അതായത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻസി ഡ്രസ് മത്സരം അപ്പോ MG യൂണിവേഴ്സിറ്റി ഞങ്ങള് പ്ലാൻ ചെയ്തത് തെരുവിന്റെ ബാലിക ചവിട്ടുകൊറ്റയില് ഒരു പട്ടി ആഹാരം കഴിക്കുന്നു,
പട്ടിയെ വകഞ്ഞു മാറ്റി ഈ കുട്ടി എടുത്ത് കഴിക്കുന്നു. പട്ടിണിയാണ് ഇതിവൃത്തം. ഞാനും കൂട്ടുകാരും കൂടെ കുറെ ദിവസം അതായത് അന്വേഷിച്ചിട്ടൊന്നും ഇതിന് പറ്റിയ ഒരു ഡോഗിനെ തെരുവ് നായെ കിട്ടിയിട്ടില്ല. വളർത്തുന്ന പട്ടി പറ്റില്ല. അതുപോലെ മെലിഞ്ഞ് ആ ഒരു ഇത് പിന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യരുത്, അധികം വലിപ്പം പാടില്ല, ഒരുപാട് സ്ഥലത്ത് നടന്നില്ല. അങ്ങനെ ഞാന് ഡോഗ് വേണ്ട വിട്ടേക്ക്, നമുക്ക് മത്സരിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്കില് ഞാൻ ലേഡിയായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ഇവന്മാര് വരുക ഗ്രൂപ്പ്, നമ്മുടെ കൂട്ടുകാര് ഒരു ചാക്കൊക്കെ ആയിട്ട് കഴിച്ചപ്പോ കറക്റ്റ് എന്താ പറയുന്നത് 100-ൽ 100 എന്ന് പറയുന്ന പോലത്തെ ഒരു ഡോഗിനെ കൊണ്ട് വന്നു അതിന് ആഹാരം ഒന്നും കൊടുക്കാതെ അവനെ അങ്ങനെ ഇട്ട് കർട്ടൻ പൊങ്ങി ഞങ്ങൾ തമ്മിൽ പിടിവലിയായി സ്റ്റേജില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് ഡോഗ് പെർഫോം ചെയ്തു, എനിക്ക് 1ാം സമ്മാനം കിട്ടി. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ വിഷയം വിട്ടിട്ട് ഞാൻ പോയപ്പോഴും അവരന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കറക്റ്റ് സമയത്ത് അവരിത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസിൽ ഞാൻ ഈ ബസേലിയസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ 5 വർഷം 6 വർഷത്തെ ആ ഒരു കാലയളവില് കൂട്ടുകാരുടെ സപ്പോർട്ട് പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ നേതൃനിരയിലാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയ ഇടപെടലിലാണെങ്കിലും കലാപരമായ കാര്യങ്ങളാണെങ്കിലും പഠനത്തിലായാലും എല്ലാം. പഠിക്കാനൊക്കെ ഞാൻ ഭയങ്കര ക്ലാസ്സൊക്കെ ഞാൻ വളരെ കുറവാണ് കയറുന്നത്. അപ്പോഴും എന്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ്. അത് പെൺകുട്ടികൾ അവർ ആ ഏരിയ ഏറ്റെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രണയം എന്നൊന്നും പറഞ്ഞ് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ അതും ഇവന്മാരുടെ സപ്പോർട്ട് കൂടി പ്രണയമൊക്കെ നടക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുന്നത് കൂട്ടുകാരുടെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടികളോട് ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിമിതിയുള്ള ഒരു കുട്ടിയുണ്ട്, അവനെ മാറ്റി നിർത്തരുത്, അവനെ ചേർത്ത് പിടിക്കണം. അവൻ ഒരു കാലത്ത് സക്സസ് ആവുന്ന സമയത്ത് നിങ്ങളെ ഓർക്കുന്ന ആദ്യം എന്ന് ഞാൻ പറയുന്നു. ആ പ്രണയത്തിന്റെ കഥയൊന്ന് പറയാവോ? പ്രണയത്തിന് അത്രേ ഉള്ളൂ. അത് പിന്നീട് ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൽ പോകാതെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ക്യാമ്പസിൽ ഈ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയായിട്ടെങ്കിൽ ഇരിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ അവര് അങ്ങനത്തെ ഈ ഏകാന്ത പ്രണയമൊന്നുമില്ല. ഞങ്ങള് ഗ്യാങ്ങാണ്, ഫുള്ള് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രണയമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് നിന്നോട് ഇഷ്ടം ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് സ്വാഭാവികമായിട്ടുള്ള സൗഹൃദവും കാര്യങ്ങളും കാണലും ചിരിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് പറയാതെ പറഞ്ഞൊരു ഇത് കണക്ഷൻ എങ്ങനെ കിടക്കുന്നത് വേറെ. അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടുകാരുടെ ഒരു സപ്പോർട്ട് ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ കുട്ടിയോട് ആദ്യമായിട്ട് പറയാനായിട്ട് മുൻകൈ എടുത്തതും വരാം. എനിക്ക് ടെൻഷനായിരുന്നു, അദ്ദേഹത്തിനാ നമ്മള് പോയിട്ട് അത് നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോണ്ടേ എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതെല്ലാം ഇവർ ഏറ്റോളും. ഇപ്പോഴും ആ ഒരു ഗ്യാങ് ഫുൾ ആക്റ്റീവ് ആയിട്ട് പലരും പലയിടത്താന്ന് മാത്രമേ ഉള്ളൂ. ഒരാള് കുവൈറ്റിലായിരിക്കും, ഒരാള് ന്യൂസിലൻഡിലുണ്ട്, ഒരാള് ദുബായില്. പലരും പല പരിപാടികളുമായിട്ട് അങ്ങനെ മേഖലയിലുണ്ട്. ഞങ്ങളെല്ലാവരും ക്യാമ്പസിൽ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഇത്തവണത്തെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും എല്ലാവരും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. എന്നെ അതിശയപ്പെടുത്തിയ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ. അതായത് നമ്മുടെ ബോഡി ഗാർഡ് സിനിമയിലെ ചേട്ടന്റെ ക്യാരക്ടർ കണ്ടിട്ട് വിജയ് തമിഴ് വേർഷനില് ചേട്ടനെ തന്നെ വേണം എന്ന് ആവശ്യപ്പെട്ടു. അതിൽ ചേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ സൽമാൻ ഖാനും ഇതേ ആവശ്യം തന്നെ പറഞ്ഞു, ചേട്ടൻ തന്നെ ആ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ ഒരു ഭാഷയുടെ പരിമിതി കൊണ്ട് ആ ഒരു വലിയ ഓഫർ കളഞ്ഞു എന്ന് ഞാൻ മറ്റൊരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. സൽമാൻ ഖാൻ അങ്ങനെ പറഞ്ഞില്ല, അതാണ്. സൽമാൻ ഖാനെ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളം ബോഡി ഗാർഡിന്റെ ഏതാണ്ടൊരു 99% അതുപോലെ തന്നെ തമിഴിലേക്ക് എടുത്തു. പക്ഷെ ഹിന്ദി വേർഷൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വലിയ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സിദ്ദിഖ് സാർ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിലൊന്ന് എന്റെ ശബ്ദമാണ്. അതായത് ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിന് ഇമ്പാക്റ്റ് എന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിദ്ദിഖ് സാറാണ് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ. ഞാൻ പറഞ്ഞു ഡബിങ് ഇച്ചിരി പ്രശ്നമായിരിക്കും സാറേ, പിന്നെ എനിക്ക് അത്ര കോൺഫിഡന്റ് അല്ല ഹിന്ദിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുള്ള ആ ക്യാരക്ടർ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ക്യാമ്പസിലെ ഒരാള് മാത്രം അല്ലാതെ ഒരു ഇൻട്രൊഡക്ഷനോ ആ ഗ്രൂപ്പിലുള്ള ഹ്യൂമറോ അങ്ങനെയുള്ള കാര്യങ്ങളോ. അതുകൊണ്ടാണ് എന്നെ വിളിക്കാൻ സിദ്ദിഖ് സാർ. പക്ഷെ ഞാൻ മറ്റൊരു രീതി. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ ക്യാരക്ടർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പൂനെയിൽ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോ സിദ്ദിഖ് സാറിനെ വിളിക്കുന്നു. അപ്പൊ സാറ് ബോഡി ഗാർഡിന്റെ സെറ്റിലാണ്. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, അജയ വാ, സൽമാൻ വെയിറ്റ് ചെയ്യും അജയനെ കാണാൻ പറഞ്ഞിട്ട്. ഒരു കോളേജിന്റെ പേരും പറഞ്ഞു. പക്ഷെ ഞങ്ങള്
2-3 സ്ഥലത്ത് പോയിട്ട് എല്ലാ ആ തരത്തിലുള്ള ഒരു 3-4 കോളേജുകളുണ്ട്. അപ്പൊ എന്റെ കൂടെ സിംഗർ അഫ്സലും ഉണ്ട്. ഉം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സിദ്ദിഖ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നത്. നിർഭാഗ്യവശാല് ആ കോളേജ് കണ്ടുപിടിച്ച് ചെന്നപ്പോഴേക്കും അവര് ഷൂട്ട് കഴിഞ്ഞു പോയി. പോയി. കുറെ കാത്തിരുന്നു എന്നും പറഞ്ഞു സാറ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു, അതായത് ഫ്രണ്ട്സ് തന്ന ഒരു കരുത്ത്, സ്നേഹം, പിന്തുണ, അതേപോലെ തന്നെയാണ് ഫാമിലി. തുടക്കം മുതൽ തന്നെ അമ്മയുടെ അച്ഛന്റെ ഒരു സപ്പോർട്ട് ചേട്ടന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഭാര്യയും മക്കളും ദീപ്തയും കീർത്തി, ദ്വിജകീർത്തി. അതെ, ഗായത്രി. അതാണ് കുടുംബത്തിലെ വെളിച്ചം എന്ന് പറയുന്നത്. ഇപ്പോൾ അവസാനമായിട്ടാണ് ആ ഒരു കുഞ്ഞു നക്ഷത്രം വന്നത്. എങ്ങനെയാണ് ഒരു കുഞ്ഞു വാവ് കൂടി വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു 15 വർഷം പുറകോട്ട് പോയി. അതായത് മൂത്ത മോളുണ്ടായപ്പോഴുള്ള ഒരു കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം എന്താണോ അതുപോലെയായി. ഇപ്പൊ എല്ലാവരുടെയും ഫോക്കസ് പുള്ളിക്കാരിയില്ല, ചെറിയ ആളില്ല. അവൾക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടേലേക്കുള്ള രീതിയിലേക്കായി. നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ റൂട്ടിൽ അങ്ങനെ പോകുമ്പോൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാനും അതിനകത്തേക്ക് അങ്ങ് ആയി പോകുന്നു മോളുടെ കൂട്ടത്തില്. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ദീപ്ത ഒരു ചേച്ചിയല്ലേ, ഒരു ചേച്ചിയമ്മയുടെ ചേച്ചിയമ്മയുടെ റോളാണ്. പിന്നെ മോൾക്ക് 8 മാസം പ്രായമായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ അവള് പച്ചേന്ന് വിളിച്ചു തുടങ്ങി, വിളിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു വലിയൊരു സന്തോഷം. ദീപ്ത നല്ലൊരു ഡാൻസറാണ്. ദീപ്ത കീർത്തി. നമ്മള് കുറെ ഡാൻസ് വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണുന്നുണ്ട്. സിനിമയിലേക്ക് പ്രതീക്ഷിക്കാവോ? ദീപ്തകീർത്തി ഇപ്പൊ ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്, സ്കൂളിലും പഠിക്കുന്നുണ്ട്. കലയൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അമിതമായിട്ട് ഇതിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവളുടെ ഇഷ്ടം അതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വിരോധവും എനിക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആകെ ഉള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് പഠനം. അതായത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അത് പ്രധാനമായിട്ടും അതിൽ ശ്രദ്ധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക. ആൾക്കും ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് അഭിനയത്തേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിയേറ്റീവ് സൈഡിനോടൊക്കെയാണ് താല്പര്യം. ഡയറക്ഷൻ ഇങ്ങനെയൊക്കെ. അതായത് ഇളയരാജ ഒരു അവധിക്കാലത്താണ് ഷൂട്ടിങ്. ആ സമയത്ത് ലൊക്കേഷനിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം മോണിറ്ററിന്റെ പുറയിലായിരുന്നു. മാധവ് രാംദാസ് സാറിന്റെ കൂടെ തന്നെ. അതായത് അതുപോലെ വണ്ടി തള്ളാനും ഈ ക്രൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ദൂരെ. ഇപ്പം ഞാനിപ്പോ ഒരു പടം ചെയ്യുന്നു 916 കുഞ്ഞൂട്ടൻ, അതിന്റെ ലൊക്കേഷൻ വന്നു. അപ്പോഴും പുള്ളിക്കാരി മോണിറ്ററിന്റെ പുറയില്ല. എന്നിട്ട് ഞാൻ അഭിനയിച്ച സാധനം അവള് തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിച്ചേക്കും. സജഷൻസ് തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തగ్గടിക്കും. എന്റെ അഭിനയത്തെ കുറിച്ചിട്ട് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് നല്ലതായിരുന്നു. ചില വേഷങ്ങളും ചില ഡ്രസ്സൊക്കെ ഭയങ്കര കോമഡി ആയിരിക്കുമല്ലോ, അത് കാണുമ്പോൾ നന്നായിട്ട് കളിയാക്കും. പണ്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുമോ? അല്ല, അവൾക്ക് ഇപ്പൊ അത്ഭുതദ്വീപ് പോലത്തെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം. ഈ കുട്ടികളായ ഈ ഫാന്റസിയുടെ ഒക്കെ ആൾക്കാരായതുകൊണ്ട് അറിയുന്ന സിനിമകളോടൊന്നും അങ്ങനെ വലിയ ഇത് ഉണ്ടായിട്ടില്ല. എന്നാലും നമുക്ക് ഈ ഇളയരാജ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ ചേട്ടൻ കുട്ടികളോടായിട്ട് പറയുന്ന പോലെ പറഞ്ഞു, അതായത് ഇത്തരത്തിലുള്ള ആളുകളെ, എല്ലാ ആളുകളെയും നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട്. മകൾക്ക് ചേട്ടൻ ഇത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ മകളോട് എന്തൊക്കെയാണ് പറഞ്ഞു ഒരു ഉപദേശം പോലൊക്കെ കൊടുക്കുന്നത്? അങ്ങനെ ഒന്നും മകളോട് പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ അവൾ, എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലം തൊട്ട് എന്റെ കൂടെ നിന്ന് എന്നെ കണ്ടും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല, അതായത് ഈ സഹായിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ്, കൂട്ടുകാര്, അല്ലെങ്കിൽ ശാരീരികമായി പരിമിതിയുള്ള ഒരാള് എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോഴൊക്കെയുള്ള അവരുടെ ഒരു മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഇൻബോൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻജക്ട് ചെയ്ത് കൊടുത്ത് ചെയ്യേണ്ടതല്ല, അവർക്ക് തോന്നി തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും വന്നാലേ നമുക്ക് നന്മയുള്ളൊരു സമൂഹം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഒരു കാലത്തിന് ശേഷം, അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിന് ശേഷം ഇപ്പോ കുട്ടികളുടെ ചിന്താഗതിയും ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ കാഴ്ചപ്പാടും ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒരു ശാരീരികമായ പരിമിതിയുള്ള ഒരു കുടുംബത്തെ ആസ്തിയുള്ള ഒരാൾ സഹായിക്കുകയാണ് എങ്കിൽ ആ വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതിനൊരുപാട് ലൈക്സും അതിനൊരുപാട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഉള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലമാണ് അല്ലേ? അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പബ്ലിക് സപ്പോർട്ടും ഉണ്ട്. അപ്പോ ആ ഒരു കാലം നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയും അത് കൂടട്ടെ, ഇനിയും അത് കൂടണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. ആ ഒരു കാഴ്ചപ്പാട്.
ചേട്ടന് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ ചെറുപ്പം മുതൽ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് പലകുറി ആലോചിച്ച ശേഷമേ എടുക്കത്തുള്ളൂ. സ്വാഭാവികമായ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ 1000 വട്ടം അല്ല അതിൽ കൂടുതൽ ആലോചിച്ചിട്ടുണ്ടാവും. ഗായത്രിയെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താ? ഗായത്രി ഇഷ്ടപ്പെടാനുള്ള 2 കാരണം. ഒന്ന്, ഗായത്രി എന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല, സിനിമയെ കുറിച്ചിട്ട് അറിയില്ല. ഓ, അത് ഞാൻ ശരി. ചെയ്ത ഹിറ്റ് TV പ്രോഗ്രാമുകളുണ്ട്, ആ. അതുപോലും പുള്ളിക്കാരി കണ്ടിട്ടില്ല. ഓ, അതൊന്ന്. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതിനർത്ഥം സിനിമാ താരം അല്ലെങ്കിൽ നടൻ എന്നുള്ള നിലയിലല്ല ഇഷ്ടം, അതെ. ഞാൻ എന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തത്, ഞാനൊരു 2-3 മണിക്കൂർ സംസാരിച്ചു. സാധാരണ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ പെണ്ണ് കാണല് തീരുന്ന ഇതൊരു 2 മണിക്കൂറോളം, അതിനകത്ത് 1.5 മണിക്കൂർ ഞാൻ കത്തിവെച്ചു. പക്ഷേ ഇങ്ങോട്ടൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂവിനെ ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ നെഗറ്റീവ് സൈഡുകളാണ്. എന്നിട്ട് പോകുന്നങ്ങ് പോട്ടെ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്ന ആ സമയത്ത് അവർക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ. ചെറിയ കുട്ടി, പഠിത്തം കഴിഞ്ഞിപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ നീ ആരുടെയെങ്കിലും ഒരു നിർബന്ധം കൊണ്ടാണോ വിവാഹം കഴിക്കുന്നത് അന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അതേപ്പറ്റിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമല്ല. 100% എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് കഴിച്ചതിന് ശേഷമാണെങ്കിലും വരുംപരാഴികൾ ഷെയർ ചെയ്യാനുള്ള ആ ഒരു 100% താല്പര്യത്തോടു കൂടിയാണ് വന്നതെന്ന് മനസ്സിലാക്കി. പിന്നെ രണ്ടാമത്, രക്ഷിതാക്കള് അവര് 100% താല്പര്യത്തോടു കൂടിയാണോ ഹാപ്പി ആയിട്ടാണോ തന്നിരിക്കുന്നത് എന്നുള്ള അതും ഞാൻ മനസ്സിലാക്കി. ഈ 2 ഘടകങ്ങളും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളത് എന്റെ കോൺഫിഡൻസാ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇവരുടെ തന്നെ റിലേറ്റീവ്സും തൊട്ടടുത്ത് വളരെ ക്ലോസ് ബന്ധത്തിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായ മാനസികമായിട്ട് തകർന്നു പോകുന്ന കമന്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ പറഞ്ഞത് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളല്ല, കുട്ടികളാ, അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ എന്നെ തന്നെ എത്രയോ നെഗറ്റീവ്, ഞാൻ വന്ന വഴികൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു ബോധമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഗായത്രി, പിന്നെ ഗായത്രിയുടെ അച്ഛനും അമ്മയും, പിന്നെ അവരോട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കുടുംബത്തെ അതുപോലെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി നിൽക്കുന്നത്. അവരൊക്കെ ആയതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിരുന്നു. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെയായിരുന്നു. അതെ അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ജോക്കർ സിനിമയുടെ സെറ്റിൽ വെച്ച് ബഹദൂർ ക പറഞ്ഞ ഒരു ഉപദേശം. ആ ഉപദേശത്തിന്റെ ബേസിലാണോ ഒരു കുടുംബ ജീവിതം എന്നതിനെ കുറിച്ച് ആലോചിച്ചത്? അല്ല, ഞാൻ ശരിക്കും എന്റെ വിചാരം എന്താന്ന് വെച്ചാൽ ആരെയും ലൈൻ അടിച്ചിട്ട് കടത്തിക്കൊണ്ട് വന്ന് ആ ഒരു റൂട്ടായിരുന്നു നമ്മള്. കാരണം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആളായിരുന്നല്ലോ. അനിയത്തിപ്രാവ് ഹിറ്റായി നിൽക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുന്ന അറിയാമല്ലോ പറയാതെ. അപ്പൊ ആ ഒരു കാലത്തുനിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു നോർമലായിട്ട്, അതായത് ഒരു ആലോചനയിലൂടെ ഒരു വിവാഹം വരുമെന്നൊന്നും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. എന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തത് അമ്മയാണ്. അതായത് പെങ്ങന്മാരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം ഇവന് ആരുണ്ട് എന്നുള്ള അമ്മയുടെ ഒരു ഉത്കണ്ഠയിൽ നിന്നാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിന് അമ്മ തന്നെയാണ് ഒരു ചേച്ചിയുടെ അടുത്ത് പറയുന്നത്. ആ ചേച്ചി ഇവർക്ക് വേണ്ടിയല്ല, ഗായത്രിയുടെ വീട്ടിൽ ചെന്ന് ആ ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവളൊരു വളരെ തമാശ, അങ്ങനെയാണ് ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്ന ഒരു ചെറിയ ഹ്യൂമറിൽ നിന്ന് കാര്യമായതാണ് ഈ കഥ. ഒരു തമാശയെ പറഞ്ഞെല്ലാരും ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ വർക്കൗട്ടായി അങ്ങനെ 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 വന്നതാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത്തരത്തിലൊരു കല്യാണത്തെ പറ്റിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആലോചിക്കുകയോ ബഹദൂർക്ക പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും ആ ഒരു റൂട്ടല്ലായിരുന്നു, നമ്മള് പ്രണയത്തിന്റെ റൂട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. വളരെ ആലോചിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരു ഫാമിലിയായിട്ട് ആലോചിച്ച് അങ്ങനെയാണ് കല്യാണം സംഭവിച്ചത്. നമ്മള് ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു വാടക വീട്ടിൽ നിന്ന് ഇപ്പോ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഒരാഗ്രഹത്തിന്റെ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വാടക വീടുകളിൽ താമസിച്ചു. അപ്പൊ ഈ പണ്ട് പറയില്ലേ, നമുക്ക് ഒരാഗ്രഹം 2 രൂപ എങ്കിലും ചെറിയൊരു കാശ്, നമുക്കൊരാഗ്രഹം ചെറിയൊരു കാശ് വാടക മേടിച്ചാൽ കുറെ വാടക കൊടുത്തല്ലേ. ആ ഒരു ഇതിൽ നിന്ന് അങ്ങനെ ചില വീടുകളുടെ ചില ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ കൊണ്ടുപോകുന്നു, കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോകുന്നു. ഈ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അമ്മയ്ക്കുള്ളതല്ലേ? അമ്മയ്ക്കുണ്ട്. പിന്നെ അമ്മയ്ക്ക് മാത്രം എന്ന് പറയാൻ പറ്റില്ല,
അമ്മയോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ സൈലന്റ് ആണെങ്കിലും അച്ഛന് ഒരു വലിയ പിന്തുണ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ എന്റെ 2 പെങ്ങന്മാർ, അവരും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ടായിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ്, ഇപ്പോഴും നിൽക്കുന്നവരാണ്. അത് കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡ്സ് ആ ഒരു ഇതിലേക്ക് ഗായത്രി വന്നതോടുകൂടി പിന്നീട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടീമിനൊരു ബലം വന്നു. അപ്പം എനിക്ക് കുറച്ചും കൂടി നമ്മളെ ശ്രദ്ധിച്ചിട്ട് കുറെ ഉപദേശങ്ങൾ തരാൻ അല്ലെങ്കിൽ കുറെ നിർദ്ദേശങ്ങൾ തരാനൊക്കെ കുറെ കൂടി ഈ പറഞ്ഞ പോലെ ആ പാനൽ ഒന്ന് വലുതായി. അമ്മ അച്ഛൻ എന്നുള്ള പാനലിൽ നിന്ന് അതങ്ങനെ വന്ന് ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഒരു എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മോള് വരെ ചില കാര്യങ്ങൾ പറയും, കീർത്തി വരെ. അപ്പൊ അതിൽ വരെ നല്ലതുണ്ടേ നമ്മള് തീർച്ചയായിട്ടും അതെടുക്കും. അതെ അതെ തീർച്ചയായിട്ടും. ഇനി സിനിമയിലേക്ക് തിരികെ വരുമ്പോൾ 916 കുഞ്ഞൂട്ടനാണ് ഏറ്റവും പുതിയ വിശേഷം. ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇനി അതിന്റെ ക്ലൈമാക്സ് ഷൂട്ടുണ്ട്, ഷെഡ്യൂൾ ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ബിഗ് ഫാദറിന് ശേഷം SP മഹേഷ് ഡയറക്റ്റ് ചെയ്ത കുടുംബസ്ത്രീയും കുഞ്ഞാടും സിനിമ ഷൂട്ടിംഗ് പൂർത്തിയായി, എല്ലാ ജോലികളും തീർന്നു. മിക്കവാറും അടുത്ത മാസം റിലീസാണ് ആ പടം. അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഒപ്പം ഒരു പ്രധാന കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത ഷൂട്ട് ജാനുവരിയിൽ മജിഷ്യൻ എന്നാണ് സിനിമയുടെ പേര്. ബേബി ജോൺ എന്നാണ് ഡയറക്ടറുടെ പേര്. അതിന്റെ പ്രത്യേകത കീരവാണി സാറാണ് എന്റെ മ്യൂസിക്. ഓ അത് ശരി. അതിന്റെ പ്രധാന കഥാപാത്രം മജിഷ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ജാനുവരിയിൽ നമ്മൾ ഇടുക്കിയിൽ ഷൂട്ടിംഗ് തുടങ്ങും. പിന്നെ തമിഴിൽ ഒരു പടം വരാനുണ്ട്. ടിഷ്യൂവിന് ശേഷം ജീവയോടൊപ്പം അഭിനയിച്ച ജീവയുണ്ട്, അർജുൻ സാറും ഉണ്ട്. മേധാവി എന്നാണ് സിനിമയുടെ പേര്. ആ പടവും വരാനിരിക്കുന്നു. ഇത്രയും സിനിമകളാണ് ഇപ്പൊ. പുതിയ സംവിധാന ആലോചനകളൊക്കെ ഉണ്ടോ? ഉണ്ട്. 2024 ഒരു സിനിമ കൂടി, ഒരു ചെറിയൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു 1 ലൈൻ ഏകദേശം പൂർത്തിയായി. ഇനി അതിന്റെ തിരക്കഥയിലേക്ക് ഞാൻ തന്നെ എഴുതാൻ തീരുമാനിച്ചു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഒന്നും ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, നമ്മൾ തന്നെ ചെയ്യാം. ഏതാണ്ട് താരങ്ങളുടെയൊക്കെ ഒരു ഇതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. 2024 ലാസ്റ്റില്, അതായത് അത്ഭുതദ്വീപ് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഒരു അല്പസമയം അനുവദിച്ചതിന്. അങ്ങനെയൊന്നുമില്ല, കാരണം ഒരുപാട് തിരക്കിനുള്ളതല്ല, ഇതും തിരക്കായിട്ട് നമ്മള് അതിനുള്ളിലൊരു ജോലിയായിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് മാധ്യമങ്ങളും മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, നിങ്ങളാണ്. അപ്പൊ തീർച്ചയായും നിങ്ങളോട് വന്ന പുതിയ വിശേഷങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയാൻ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇവരെങ്ങനെ അറിയും? അപ്പൊ അതുകൊണ്ട് അതിൽ പ്രത്യേകം താങ്ക്സ് ഞാനും പറയുന്നു. അപ്പൊ നമുക്ക് ഓരോ വിശേഷങ്ങൾക്ക് ഇനിയും കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.